ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വീഡിയോ ഉണ്ട്, ആസിഫ് ഖാൻ ഈ വന്നിട്ട് ഒരു സ്ത്രീയെ പോയി കെട്ടിപ്പിടിക്കുന്നത്, അതിന്റെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞ്. അത് വളരെ ഭയങ്കര സിനിമ ഞാൻ വനിതാ വിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് എനിക്കിതിൻ്റെ അഭിപ്രായങ്ങളൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒന്നാമത് ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഷോയ്ക്കുള്ളത്. അപ്പോൾ എനിക്കിത് എല്ലാവർക്കും കഥ അറിയുന്ന ആൾക്കാരാണിത് എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ കുറച്ചൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് പുറത്തിറങ്ങി, ഞാൻ ഫസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് ആ ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചു. ഞാൻ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ ചേച്ചി അവിടെ കിടന്ന് പൊട്ടിക്കരയാം. പൊട്ടിക്കരയെന്ന് പുള്ളിക്കാരി 30 പേരെയും കൊണ്ടാണ് പടം കാണാൻ വന്നത്. എനിക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റി ഞാൻ പല സ്ഥലത്തും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഓടിച്ചിട്ടുള്ള ഷൂട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എപ്പിസോഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ടൊരു ഇവിടെ അടുത്തൊരു നാടക നടിയുണ്ട്, പുള്ളിക്കാരി സിനിമയിൽ നമ്മൾ അഭിനയിച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും, അപ്പോൾ നമുക്ക് ചെയ്താലൊന്നുണ്ട്. എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സുമേഷാണ് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പം ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ആ സംഭവം. ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരി ചെയ്യുകയും ചെയ്തു. ഒരു ചെറിയൊരു ഫൺ പരിപാടി വരുന്ന ഭയങ്കര സംഭവമൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ എപ്പിസോഡിൽ അന്വേഷിച്ച് പോകുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്തുള്ള ഒരു കുഞ്ഞു സാധനം, 2-3 ഷോട്ട് മാത്രമുള്ള ഒരു കുഞ്ഞു സീനാണത്. അപ്പോൾ എല്ലാവരും കയ്യൊക്കെ അടിച്ചു, എല്ലാവരും സന്തോഷമായി. അപ്പോൾ ചേച്ചിക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ചേച്ചി പോയത്. അത് കഴിഞ്ഞ് പുള്ളിക്കാർ ഡബും ചെയ്തു. പക്ഷേ ഫൈനൽ എഡിറ്റ് വരുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ എപ്പിസോഡ് കുറച്ച് നീണ്ടു പോകുന്ന ഒരു ഡൗട്ട് തോന്നിയ സമയത്ത് നമ്മളൊരു അതിന് 1-2 ഒരു എപ്പിസോഡുകൾ കട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് അറിയാതെ കട്ട് പോയതാണ് ഞാൻ. പക്ഷെ അതിനെ ഭയങ്കര ഇതാക്കി എടുത്തില്ല. ഇവർ ഡബും ചെയ്ത ശേഷമാണ് ഈ സംഭവം കട്ടായി പോകുന്നത്. അപ്പോൾ ഇവർ ഡബും കൂടി ചെയ്യാൻ വന്ന സമയത്ത് ഇവർ ഭയങ്കര സന്തോഷത്തിലായി. അങ്ങനെ അവർ 10-30 പേരെയും കൊണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ചേച്ചി ഓട്ടോ ഓടിക്കുകയാണെന്ന് തോന്നുന്നു. ഓട്ടോ ഓടിക്കുന്നത് 10-30 പേര്, നാട്ടിലെ 10-30 ആൾക്കാരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാർ സിനിമയിൽ വന്ന സമയത്ത് സിനിമയിൽ കിട്ടായി പോയി. ഇവരത് അവിടെ കിടന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ചെയ്തല്ലോ സാറേ എന്ന് പറഞ്ഞൊരു കരച്ചിലാണ് പുള്ളിക്കാരി. ഞാൻ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായത്. ഒന്നാമത് ഞാൻ കുറച്ച് മാനസികമായിട്ട് ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കൂടെ കണ്ട സമയത്ത് അതിനുശേഷമാണ് ഞാൻ നേരെ ക്യാമറ ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണം. ഞാൻ അവിടെ നിന്ന് കഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ ആസിക്കടുത്ത് ഇതേ സംഭവം ഞാൻ വന്ന അതേ വഴി കൂടെ വന്ന ആസിക്കടുത്തും ഇവിടെ സംഭവം പറഞ്ഞു. ആസിക്ക് ആദ്യം മനസ്സിലായില്ല, ഒരു സിനിമ വേണ്ടി ഇമോഷണലായിട്ട് കരയാണെന്നാണ് പുള്ളി. അപ്പോഴാണ് ആസിക്കും കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ആ സിനിമ ആൾക്കാർ നല്ലത് പറയുന്നതിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുണ്ടായ ഇവരുടെ ഭാഗത്തു നിന്നും അവരുടെ കൂടെ വന്ന ആൾക്കാരും ചുറ്റും വന്ന ആൾക്കാർ. അത് പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. അത് നേരത്തെ അറിയിക്കണമായിരുന്നു. ഞാൻ കുറേ പേരെ 1-2 ആൾക്കാരുടെ ഇതുപോലെ കട്ടായി പോയ ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരെ വിട്ടുപോയി. സ്വാഭാവികമായിട്ടും ഞാൻ ചെറിയ ആൾക്കാരെ അങ്ങനെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു. അത് അവരെ അത്രത്തോളം ബാധിച്ചു എന്നുള്ള സംഭവം മനസ്സിലായപ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് പ്രസ് മീറ്റിൻ്റെ സമയത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.